നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ സൈക്കോളജിയുടെ 5 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: കുട്ടികളുടെ ലേഖന ശേഷിയെ ബാധിക്കുന്ന ഒരു പഠന വൈകല്യമാണ് ഡാഷ്. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, നോൺ വെർബൽ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കുട്ടികളുടെ ലേഖന ശേഷിയെ ബാധിക്കുന്ന പഠന വൈകല്യം ഏതാണെന്ന്. ഏതായിരിക്കും? ലേഖനമാണ് കേട്ടോ. ഏതായിരിക്കും ആൻസർ? ആൻസർ ബി ആണ്. ഏതാണ്? ഡിസ്ഗ്രാഫിയ. ആൻസർ ബി, ഡിസ്ഗ്രാഫിയ. അപ്പൊ ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഡിസ്ലെക്സിയ, എന്താണ് ഡിസ്കാൽക്കുലിയ, എന്താണ്, അതും കൂടി നമുക്ക് ഇതിന്റെ കൂട്ടത്തിലൊന്ന് പഠിക്കാട്ടോ. അപ്പൊ എന്തായിരിക്കും ഈ പഠന വൈകല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പഠനത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ ഒന്നോ അതിലധികമോ മാനസിക പ്രക്രിയയിലുള്ള തകരാറിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പഠന വൈകല്യം എന്ന് പറയുന്നത്. അതായത് പഠിക്കാൻ എന്തെങ്കിലും കാരണം കൊണ്ട് കുട്ടിക്ക് വായിക്കാൻ പറ്റായകയോ അല്ലെങ്കിൽ എഴുതാൻ പറ്റായകയോ അല്ലെങ്കിൽ കണക്ക് കൂട്ടാൻ പറ്റായകയോ അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട പഠനത്തിലുള്ള വൈകല്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പഠന വൈകല്യം എന്ന് പറയുന്നത്. പഠനത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ ഒന്നോ അതിലധികമോ മാനസിക പ്രക്രിയയിലുള്ള തകരാറിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പഠന വൈകല്യം എന്ന് പറയുന്നത്. അപ്പൊ പഠന വൈകല്യം എത്ര തരമുണ്ട്? ഒന്നാമത്തെയാണ് ഡിസ്ലെക്സിയ, പിന്നെ ഡിസ്ഗ്രാഫിയ. നമ്മൾ പറഞ്ഞു എഴുത്തില്, അതായത് ലേഖനശേഷിയെ ബാധിക്കുന്ന ഒരു പഠന വൈകല്യമാണ് ഡിസ്ഗ്രാഫിയ. നമ്മളിപ്പോ പഠിച്ച ചോദ്യമാണ്. ഇനി ഡിസ്ലെക്സിയ എന്തായിരിക്കും അതിനകത്ത്? ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായനയിൽ നേരിടുന്ന വൈകല്യമാണ്. പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് കേട്ടോ ഡിസ്ലെക്സിയ. എന്താണ്? വായനയിൽ നേരിടുന്ന വൈകല്യമാണ് ഏത്? ഡിസ്ലെക്സിയ. ഇനി ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, കണക്ക് ചെയ്യുന്നതിൽ നേരിടുന്ന പഠന വൈകല്യത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഡിസ്പ്രാക്സിയ. ഇന്നത്തില്ല, ഡിസ്പ്രാക്സിയ. ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞുങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന തടസ്സം കാരണം ശാരീരിക ക്ഷമതാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. എന്താണ് ഡിസ്പ്രാക്സിയ? കുഞ്ഞുങ്ങളില് തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന തടസ്സം കാരണം ശാരീരിക ക്ഷമത പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് എന്ന് വിളിക്കുന്നത് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പഠന വൈകല്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. തീർച്ചയായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളാണ് കേട്ടോ ഇത്. ഡിസ്ലെക്സിയ എന്താണ്? ഡിസ്കാൽക്കുലിയയും ഡിസ്ഗ്രാഫിയ. കൂടുതലും ഡിസ്ലെക്സിയ ആണ് കേട്ടോ ചോദിക്കാറ്. ഡിസ്ലെക്സിയ എന്തിനായിരുന്നു? വായനയിൽ നേരിടുന്ന വൈകല്യമാണ്. ഓക്കെ, ഇനി നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്: എന്താണോ വിലയിരുത്താൻ ഉദ്ദേശിച്ചത് അതു തന്നെ വിലയിരുത്താൻ കഴിയുക. മുകളിൽ പരാമർശിച്ചത് സിദ്ധി ശോധകത്തിന്റെ ഏത് സവിശേഷതയാണ്? അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ ഏത് സവിശേഷതയാണ്? എന്താണോ വിലയിരുത്താൻ ഉദ്ദേശിച്ചത് അത് തന്നെ വിലയിരുത്താൻ കഴിയുക. ഏതായിരിക്കും? ഓപ്ഷൻസ് ഇതാണ്: സാധുത, വാലിഡിറ്റി; ബി, വസ്തുനിഷ്ഠത, ഒബ്ജക്ടിവിറ്റി; സി, വിശ്വാസ്യത, റിയലബിലിറ്റി; ഡി, വിവേചനം, ഡിസ്ക്രിമിനേഷൻ. ഇതും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും കൂടിയാണ് കേട്ടോ. അപ്പൊ ഏതായിരിക്കും ഇതിന്റെ ആൻസർ വരിക? അപ്പൊ ഇതിന്റെ ആൻസറിലേക്ക് പോണേക്ക് മുമ്പ് എന്തായിരിക്കും ഈ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? സിദ്ധി ശോധകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് പഠിതാക്കള് വിവിധ വിഷയങ്ങളിലായിട്ട് ഒരുപാട് പഠന നേട്ടങ്ങൾ ആർജിക്കേണ്ടതുണ്ട് അല്ലെ? അപ്പൊ നേരത്തെ ആസൂത്രണം ചെയ്ത തരത്തിൽ പഠന നേട്ടങ്ങൾ ആർജിച്ചോ എന്ന് വിലയിരുത്തുന്നതിനുള്ള ശോധകങ്ങളാണ് എന്തെന്ന് പറയുന്നത് സിദ്ധി ശോധകങ്ങൾ അഥവാ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? നേരത്തെ ആസൂത്രണം ചെയ്ത തരത്തിൽ പഠന നേട്ടങ്ങൾ ആർജിച്ചോ എന്ന് വിലയിരുത്തുന്നതിനുള്ള ശോധകങ്ങളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് എന്ത് പറയാം? വാചിക ശോധകം, ലിഖിതം, അതുപോലെ തന്നെ ഏതാണ് നിർവഹണ രീതികൾ. ഇതെല്ലാം എന്താണ്? അച്ചീവ്മെന്റ് ടെസ്റ്റിന് ഉദാഹരണങ്ങളാണ്. ഇനി ഒരു നല്ല ശോധകത്തിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒരു 6 സവിശേഷത ഉണ്ട്. ഒന്നാമത്തെയാണ് പഠന നേട്ടാധിഷ്ഠിതം, ലേണിംഗ് ഔട്ട്കം ബേസ്ഡ്. എന്താണ്? പഠന നേട്ടാധിഷ്ഠിതം, ലേണിംഗ് ഔട്ട്കം ബേസ്ഡ്. പഠന നേട്ടങ്ങൾ വിലയിരുത്താൻ പറ്റിയതാവണം. നമ്മളൊരു ടെസ്റ്റ് നടത്തുമ്പോൾ ആ ടെസ്റ്റ് എന്തിനുള്ളതായിരിക്കണം? കുട്ടിയുടെ പഠനം എന്തുമാത്രം കൈവരിക്കാൻ പറ്റിയെന്ന് വിലയിരുത്താൻ പറ്റിയ തരത്തിലുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കണം നടത്തേണ്ടത്.
അപ്പം പഠന നേട്ടാധിഷ്ഠിതമായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? സമഗ്രത, കോംപ്രിഹെൻസീവ്നെസ് ഉണ്ടായിരിക്കണം. സമഗ്രത, ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പാഠത്തിലെ എല്ലാ പഠന നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവണം. നമ്മളൊരു ലെസൺ പഠിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ അല്ല വേണ്ടത്, ആ ലെസണുമായി ബന്ധപ്പെട്ട എല്ലാ വിധത്തിലുള്ള ചോദ്യങ്ങളും എന്തിലുണ്ടായിരിക്കണം? ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ ഉണ്ടായിരിക്കണം. അതാണ് എന്തെന്ന് പറയുന്നത്? സമഗ്രത എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് വസ്തുനിഷ്ഠത, ഒബ്ജക്റ്റിവിറ്റി. ഒരേ ചോദ്യത്തിന് ശരിയായ പല ഉത്തരങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഒരു ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉണ്ടാവുള്ളൂ. അതാണ് വസ്തുനിഷ്ഠത അഥവാ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. എന്താണ് വസ്തുനിഷ്ഠത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം. അതാണ് അവിടെ ഒബ്ജക്റ്റിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത നാലാമത്തെ പോയിന്റ് ആണ് സാധുത അഥവാ വാലിഡിറ്റി. എന്താണോ വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നത് അതുതന്നെ വിലയിരുത്താൻ കഴിയുക. അതാണ് എന്ത്? സാധുത അഥവാ വാലിഡിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്താണോ വിലയിരുത്താൻ ഉദ്ദേശിച്ചത് അത് തന്നെ വിലയിരുത്താൻ കഴിയുക എന്ന് പറയുന്നത് എന്താണ്? സാധുതയാണ് അല്ലെ, വാലിഡിറ്റി ആണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്. അതായത് നല്ല ചോദ്യത്തിൽ ഉണ്ടായിരിക്കുന്ന സവിശേഷതയില് അഞ്ചാമത്തെ സവിശേഷതയാണ് എന്ത്? വിശ്വാസ്യത, റിയലബിലിറ്റി. ചോദകം നൽകുന്നതിന്റെ ഫലമായി ഒരു കുട്ടിയെ സംബന്ധിച്ച് കിട്ടുന്ന വിവരങ്ങൾ ഏറെക്കുറെ സ്ഥിരമായിരിക്കണം. ആ ഗുണമാണ് വിശ്വാസ്യത എന്ന് പറയുന്നത്. ഒരു ചോദകം നൽകുന്നതിന്റെ ഫലമായിട്ട് ഒരു കുട്ടിയെ സംബന്ധിച്ച് കിട്ടുന്ന വിവരങ്ങൾ എന്തായിരിക്കണം? ഏറെക്കുറെ സ്ഥിരമായിരിക്കണം. അതിനാണ് എന്തെന്ന് വിളിക്കുന്നത്? വിശ്വാസ്യത എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ സവിശേഷതയാണ് വിവേചനം, ഡിസ്ക്രിമിനേഷൻ. ഒരു ക്ലാസ്സിൽ വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾ ഉണ്ടായിരിക്കും. ഓരോരുത്തരുടെയും നിലവാരം വേർതിരിച്ചറിയാൻ കഴിയണം. ചോദകത്തിൽ നിന്നും കിട്ടുന്ന അളവുകൾ ഇതിന് പര്യാപ്തമായിരിക്കണം. ഈ ഗുണത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? വിവേചനം അഥവാ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ക്ലാസ്സിൽ പലതരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെ, ഐക്യു കൂടുതലുള്ളവരും കുറവുള്ളവരും ഒക്കെ ഉണ്ടാവും. അപ്പം അവരെ ഓരോരുത്തരുടെയും നിലവാരം വേർതിരിച്ചറിയാൻ കഴിയുന്നതായിരിക്കണം ആ ഒരു എക്സാം അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് നടത്തേണ്ടത്. പിന്നെയോ ചോദകത്തിൽ നിന്ന് കിട്ടുന്ന അളവുകള് ഇതിന് പര്യാപ്തമായിരിക്കണം. ഈ ഗുണത്തെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് വിവേചനം എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഒരു നല്ല ചോദകത്തിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? പഠന നേട്ടാധിഷ്ഠിതം, സമഗ്രത, വസ്തുനിഷ്ഠത, സാധുത, വിശ്വാസ്യത, വിവേചനം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് സാധുതയാണ്. സാധുതയും ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ വസ്തുനിഷ്ഠതയും കൂടുതലും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആഗമന രീതി, ഇൻഡക്റ്റീവ് മെത്തേഡ്. അതിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണെന്ന് കേട്ടോ. ചോദ്യം ശ്രദ്ധിക്കണം, പലപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട്. അല്ലാത്തത് ഏതെന്നാണ് ചോദിക്കാറ്. ആണെന്നുള്ളതല്ല, അല്ലാത്തത് ഏത്, ആഗമന രീതിയുടെ സവിശേഷത അല്ലാത്തത് ഏതാണെന്ന്. ഉദാഹരണങ്ങളിൽ നിന്ന് പൊതു തത്വത്തിലേക്ക്, അനുഭവങ്ങളിൽ നിന്ന് സിദ്ധാന്തത്തിലേക്ക്, നിയമത്തിൽ നിന്ന് വിശദീകരണത്തിലേക്ക്, നിരീക്ഷണത്തിൽ നിന്ന് നിഗമനത്തിലേക്ക്. ഏതായിരിക്കും ആൻസർ? അപ്പൊ എന്താണ് ആഗമന രീതി എന്ന് അറിയണോ അല്ലെ? അപ്പൊ നമുക്ക് അതൊന്ന് നോക്കിയാലോ. എന്താണ് ആഗമന രീതി എന്ന് വെച്ചാൽ? അപ്പൊ പലതരത്തിലുള്ള പഠന രീതികളുണ്ട്. ഒന്നാമത്തെയാണ് ആഗമന രീതി, രണ്ടാമത്തെ നിഗമന രീതി, മൂന്നാമത്തെ പ്രഭാഷണ രീതി അഥവാ ലെക്ചർ മെത്തേഡ്. അപ്പൊ ആദ്യത്തെയാണ് ആഗമന രീതി. എന്തായിരിക്കും ആഗമന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അധ്യാപിക ആശയവുമായി ബന്ധപ്പെട്ട ധാരാളം ഉദാഹരണങ്ങൾ അവതരിപ്പിക്കുകയും ഉദാഹരണങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും പൊതു തത്വത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന പഠന രീതിയാണ് ഏത്? ആഗമന രീതി എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് മെത്തേഡ്. എന്തായിരിക്കും ഇൻഡക്റ്റീവ് മെത്തേഡ്? അതായത് ടീച്ചർ എന്ത് ചെയ്യും? കുറെ ഉദാഹരണങ്ങൾ കാണിക്കും. ഇപ്പൊ ഉദാഹരണമായിട്ട് ടീച്ചർ ബോർഡിൽ കുറച്ച് പൂച്ചാന്നെഴുതി, അതുപോലെ തന്നെ നായ, അതുപോലെ തന്നെ കോഴി, പിന്നെ കല്ല്, പിന്നെന്താണ് ഡെസ്ക്, ബെഞ്ച് എന്നൊക്കെ എഴുതി. ഇതിൽ നിന്നെല്ലാം ടീച്ചർ ഇതെന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ബെഞ്ച് എന്താണ്, ബെഞ്ചിന് എന്തൊക്കെ ഗുണങ്ങളാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കോഴിക്ക് എന്താണ് പ്രത്യേകത അത് പറഞ്ഞു. ഇതിൽ നിന്ന് എല്ലാം ടീച്ചർ എന്തൊരു ടോപ്പിക്കിലേക്ക് എത്തുന്നത്? ജീവനുള്ളവയും ജീവനില്ലാത്തവയും എന്നൊരു തത്വത്തിലേക്ക് എത്തിച്ചേരാണ്.
കുറെ എക്സാമ്പിൾസ് തന്നിട്ട് ആ എക്സാമ്പിൾസിലൂടെ ഉദാഹരണങ്ങളിലൂടെ എന്തെത്തുന്നു പൊതുവായിട്ടുള്ള ഒരു തത്വത്തിലേക്ക് എത്തിച്ചേരുന്നു. മനസ്സിലായോ? എന്താണ് കോഴിയും അല്ലെങ്കിൽ തന്നെ നായ, അതുപോലെ തന്നെ പശു, ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് തന്നു. അതേപോലെ തന്നെ കല്ല്, ഡെസ്ക്, ബെഞ്ച്, ഇങ്ങനെ കുറെ എക്സാമ്പിൾസ് തന്നു. ഇതിൽ നിന്നെല്ലാം എന്താണ് ഒരു തത്വത്തിലേക്ക് എത്തിയത്? എന്താണ് ജീവനുള്ളവയും ജീവനില്ലാത്തവയും എന്നൊരു കാര്യം, എന്നൊരു കൺസെപ്റ്റ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. പല ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുവായിട്ടുള്ള ഒരു തത്വത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആഗമന രീതി. ആഗമിക്കുകയാണ്, അല്ലെ, വരികയാണ്. എന്താണ് പറഞ്ഞത്? ഉദാഹരണങ്ങളിൽ നിന്ന് പൊതു തത്വത്തിലേക്ക് വരുന്നതിനാണ് നമ്മൾ വിളിക്കുന്നത് ആഗമന രീതി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആഗമന രീതിയുടെ? ഇത് ശിശു കേന്ദ്രീകൃതമാണ്. കുട്ടികൾ തന്നെയാണിത് പറഞ്ഞ് ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിക്കണത്, അല്ലെ? കുഞ്ഞുങ്ങളോട് ചോദിക്കുമ്പോൾ അറിയാം, കുഞ്ഞിനോട് താറാവുണ്ട്, താറാവിന്റെ പ്രത്യേകത ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ പറയും, അല്ലേ? അപ്പൊ ഇതൊരു ശിശു കേന്ദ്രീകൃതമാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ്, നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ഉദാഹരണങ്ങളിൽ നിന്ന് പൊതു തത്വത്തിലേക്കാണ്. പിന്നെയോ സ്വാശ്രയശീലം വളർത്തുന്നു. സ്വാശ്രയശീലം വളർത്തുന്നു, പുതിയ അറിവിലേക്ക് നയിക്കുന്നു, പ്രവർത്തനങ്ങളിലൂടെ പുതിയ ആശയങ്ങൾ എത്തിച്ചേരുന്നു. സമയം കൂടുതലായിട്ട് വേണ്ടിവരും. കാരണം ഈ എക്സാമ്പിൾസ് എല്ലാം നമ്മൾ വിവരിച്ചിട്ട് വേണം, അല്ലെ, ആ ഒരു തത്വത്തിൽ എത്താനായിട്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് സമയം കൂടുതലായിട്ട് എടുക്കും. കുട്ടികളുടെ കാഴ്ചപ്പാടിന് യോജിച്ചതായിരിക്കും. അന്വേഷണാത്മക രീതി, പ്രോജക്റ്റ് രീതി, അപഗ്രഥന രീതി എന്നിവയിൽ ഉപയോഗിക്കുന്നു. അന്വേഷണാത്മക രീതി, പ്രോജക്റ്റ് രീതി, അപഗ്രഥന രീതി എന്നിവയിൽ ഉപയോഗിക്കുന്നു. പിന്നെയോ വിശകലനാത്മക ചിന്ത വളർത്തുന്നു. എന്താണ്? വിശകലനാത്മക ചിന്ത വളർത്തുന്നു. ഇതാണ് എന്തില് വരുന്നത്? ആഗമന രീതിയില് വരുന്നത്. ഇനി അടുത്തതാണ് നിഗമന രീതി. നിഗമന രീതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും? ആദ്യം തന്നെ ഒരു തത്വം അങ്ങോട്ട് പറയും, എന്നിട്ട് അതിൻ്റെ കൂടെ ബാക്കി ഉദാഹരണങ്ങൾ പറയും. അപ്പൊ ഇപ്പം ലിവിങ് തിങ്സ് അല്ലെങ്കിൽ ലിവിങ് തിങ്സ് എന്താന്ന് എഴുതിയിട്ട് അതിനുള്ള എക്സാമ്പിൾസ് കൊടുക്കും. അപ്പൊ പൊതു തത്വങ്ങളിൽ നിന്ന് ഉദാഹരണങ്ങളിലേക്ക് വരുന്നു. ഇപ്പൊ ലിവിങ് തിങ്സ് ആണെങ്കിൽ എന്താണ്? വളരും, അല്ലെങ്കിൽ അവര് നടക്കും, ശ്വസിക്കും, എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കും. കോഴിയാണ്, താറാവാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അതാണ് എന്താണ് നിഗമന രീതി അഥവാ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ആദ്യം സിദ്ധാന്തം അല്ലെങ്കിൽ നിയമം അവതരിപ്പിക്കും, പിന്നെ സന്ദർഭങ്ങളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും ആശയം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത് എന്തായിരിക്കും? അധ്യാപക കേന്ദ്രീകൃതമായിരിക്കും. എന്താണ്? ഡിഡക്റ്റീവ് മെത്തേഡ് അഥവാ നിഗമന രീതി എന്തായിരിക്കും? അധ്യാപക കേന്ദ്രീകൃതമായിരിക്കും. കുട്ടി സ്വയം പുതിയ അറിവിലേക്ക് നയിക്കപ്പെടുകയല്ല. ഈ രീതിയിൽ വിനിമയം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതായിരിക്കും. ഈ രീതിയിൽ എങ്ങനെയാണ്? ഡിഡക്റ്റീവ് മെത്തേഡില് വിനിമയം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ എങ്ങനെയായിരിക്കും? മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതായിരിക്കും. ഇനി വേറെന്തായിരിക്കും നിഗമന രീതിയുമായി ബന്ധപ്പെട്ട് പറയാ? കുറച്ച് സമയം മതി, അല്ലെ? പെട്ടെന്ന് തന്നെ കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കാണ്, അല്ലെ? അപ്പൊ കുറച്ച് സമയമേ വേണ്ടി വരുള്ളൂ. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതായിരിക്കും. അധ്യാപക ആവശ്യം വിശദീകരിക്കുന്നു. അധ്യാപകൻ അറിവ് പകർന്നു കൊടുക്കുന്നു. ആശ്രിതത്വം വളർത്തുന്നു. പിന്നെയോ പ്രഭാഷണ രീതി, ഡെമോൺസ്ട്രേഷൻ രീതി എന്നിവയിൽ ഉപയോഗിക്കുന്നു. ആശയങ്ങൾ എന്ത് ചെയ്യുന്നു? കേട്ട് പഠിക്കുന്നു. ഓക്കെ. അപ്പൊ നിഗമന രീതിയും ആഗമന രീതിയും തമ്മിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. എന്താണ് നിഗമന രീതി എന്ന് പറഞ്ഞു? ഉദാഹരണങ്ങളിൽ നിന്ന് പൊതു തത്വത്തിലേക്കുള്ളതാണ്. നിഗമന രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവായിട്ട് തത്വത്തിൽ നിന്ന് എന്താണ് ഉദാഹരണങ്ങളിലേക്ക് പോകുന്നു. ഓക്കെ. അപ്പൊ നിഗമന രീതിയിൽ വരുന്ന മെത്തേഡ്സ്, ടീച്ചിങ് മെത്തേഡ്സ് വേറെ ഏതൊക്കെയാണ്? പ്രഭാഷണ രീതി, ഡെമോൺസ്ട്രേഷൻ രീതി. ഇനി ആഗമന രീതിയിലാണെങ്കിലോ എൻക്വയറി ട്രെയിനിങ് മോഡൽ, അന്വേഷണാത്മക രീതി, പ്രോജക്ട് മെത്തേഡ്, പ്രശ്ന അപഗ്രഥന രീതി. ഓക്കെ. ഇനി അടുത്ത ഒരു രീതിയും കൂടെ ഉള്ളത് ഏതാണ്? ടീച്ചിങ് മെത്തേഡാണ്. ഏത്? ലെക്ചർ മെത്തേഡ്, അതായത് പ്രഭാഷണ രീതി. അധ്യാപക കേന്ദ്രീകൃത പഠന രീതിയാണ്. പ്രഭാഷണ രീതിയുടെ 4 ധർമ്മങ്ങളാണ്: കുട്ടികളിൽ താല്പര്യമുണർത്തുന്നതിൽ വ്യക്തത വരുത്തുവാൻ, അവലോകനം ചെയ്യുവാൻ, വിപുലീകരിക്കാൻ. പ്രഭാഷണ രീതിയുടെ 4 ധർമ്മങ്ങൾ അവതരിപ്പിച്ച വ്യക്തികളാണ് വാഷി, എഡ്ഗർ ബി
വോൺസ്കി, സ്റ്റാൻലി. അപ്പൊ അതത്ര ഇമ്പോർട്ടന്റ് ആയിട്ടല്ല, കൂടുതലായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ളത് ആഗമന രീതിയും നിഗമന രീതിയാണ് മാറ്റിമറിച്ചൊക്കെ ചോദിക്കാറുള്ളത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ആഗമന രീതിയുടെ സവിശേഷത അല്ലാത്തത് എന്താണെന്ന്. അപ്പൊ ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലേക്ക്, അത് ആഗമന രീതിയാണ് അല്ലെ. അനുഭവങ്ങളിൽ നിന്ന് എന്താണ്? സിദ്ധാന്തത്തിലേക്ക്, അതും ആഗമന രീതിയാണ്. നിയമത്തിൽ നിന്ന് വിശുദ്ധീകരണത്തിലേക്ക്, അത് ആഗമന രീതിയാണോ? ആണോ? അല്ല അല്ലെ. അതെന്താണ്? നിഗമന രീതിയാണ്. ഒരു സിദ്ധാന്തം പഠിപ്പിച്ചിട്ട് അതിനെ വിശദീകരിക്കുന്നു. നിയമത്തിൽ നിന്ന് വിശദീകരണത്തിലേക്ക്, അതെന്താണ്? അത് ഡിഡക്റ്റീവ് മെത്തേഡ് അഥവാ നിഗമന രീതിയാണ്. ഇനി 4ാമത്തെ പോയിന്റ് ഏതായിരുന്നു? നിരീക്ഷണത്തിൽ നിന്ന് നിഗമനത്തിലേക്ക്, അതും എന്ത് തന്നെയാണ്? ആഗമന രീതിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്: ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രസക്തി. ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രസക്തി എന്താണ്? ഓപ്ഷൻ എ, ആത്മസാക്ഷാത്കാരത്തിനുള്ള വിദ്യാഭ്യാസ പദ്ധതി. ബി, പ്രശ്ന പരിഹരണത്തിനുള്ള വിദ്യാഭ്യാസ പദ്ധതി. സി, സാർവദേശീയ വിദ്യാഭ്യാസ പദ്ധതി. ഡി, തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി. ഏതായിരിക്കും ആൻസർ? ഏതാണ് ആൻസർ? ആൻസർ ഡി ആണ് അല്ലെ. തദ്ദേശീയ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി. തദ്ദേശീയ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി, ഓപ്ഷൻ ഡി ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഗാന്ധിജിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഗാന്ധിജി കൊണ്ടുവന്ന വിദ്യാഭ്യാസ രീതികളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ ഗാന്ധിജി ഗുജറാത്തിലെ പോർബന്ദറിലാണ് ജനിച്ചത്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. 1869 ജനിച്ചത്. 20 വർഷക്കാലം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ച് വർണ്ണവിവേചനത്തിനും അടിമത്തത്തിനും എതിരെ പ്രവർത്തിച്ചു. 1915 ഇന്ത്യയിൽ തിരിച്ചെത്തി സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. അതോടൊപ്പം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. 1937 വർധ പദ്ധതിക്ക് രൂപം നൽകി. വളരെ പ്രധാനപ്പെട്ടതാണ്. വർധ പദ്ധതിക്ക് രൂപം കൊടുത്തത് ആരാണ്? വർധ പദ്ധതി ആരാണ് കൊണ്ടുവന്നത്? മഹാത്മാഗാന്ധിജിയാണ്. പലപ്പോഴും ചോദിക്കാറുണ്ട്, വർധ പദ്ധതി ആരുടെയാണ്? മഹാത്മാഗാന്ധിജി. എന്നാണ് കൊണ്ടുവന്നത്? 1937, 1937. ഇനി ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി, അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരിക? എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഗാന്ധിജി അർത്ഥമാക്കുന്നത് മനസ്സ്, ശരീരം, ആത്മാവ് എന്നിവയിലെ എല്ലാ നന്മകളുടെയും പരിപൂർണ പ്രകാശനമാണ്, അല്ലാതെ കേവലമായ അക്ഷരാഭ്യാസമല്ല. വെറുതെ ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. എന്തൊക്കെ കാര്യങ്ങളുടെ അതിനകത്ത് വരണം? മനസ്സ്, ശരീരം, ആത്മാവ് എന്നിവയിലെ എല്ലാ നന്മകളുടെയും പരിപൂർണ പ്രകാശനമാണ് എന്ത്? വിദ്യാഭ്യാസം. അല്ലാതെ കേവലം ഒരു അക്ഷരാഭ്യാസം, അക്ഷരങ്ങൾ മാത്രം പഠിക്കുന്നതുകൊണ്ട് കാര്യമില്ല എന്നാണ് ആര് പറയുന്നത്? ഗാന്ധിജി പറയുന്നത്. പിന്നെ എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യമാണ് ആത്മസാക്ഷാത്കാരം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യമാണ് ഏത്? ആത്മസാക്ഷാത്കാരം. ഇനി നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ പ്രാപ്തനാക്കാത്ത വിദ്യാഭ്യാസം നിഷ്പ്രയോജനമാണ്. നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ പ്രാപ്തനാക്കാത്ത വിദ്യാഭ്യാസം എന്താണ്? നിഷ്പ്രയോജനമാണ്. ഗ്രാമത്തിലെ ദരിദ്രന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതാവണം എന്ത്? വിദ്യാഭ്യാസം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും സമന്വയത്തിലൂടെ സമ്പൂർണ്ണ വികാസം സാധ്യമാക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും സമന്വയത്തിലൂടെ സമ്പൂർണ്ണ വികാസം സാധ്യമാക്കലാണ് എന്ത്? വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. അടുത്ത പോയിന്റ് ഇതാണ്: വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യമാകണം. എന്താണ്? വിദ്യാഭ്യാസം എന്തായിരിക്കണം? സാർവത്രികവും സൗജന്യവുമാകണം. വിദ്യാഭ്യാസം സൗജന്യമാക്കാനുള്ള പോംവഴി അതിനെ സ്വാശ്രയമാക്കലാണ്. കുട്ടികൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഭാഗിക തൊഴിൽ കൂടി വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കണം. എന്താണ്? വിദ്യാഭ്യാസം സൗജന്യമാക്കാനുള്ള ഒരു പോംവഴി എന്താണ്? അതിനെ സ്വാശ്രയമാക്കലാണ്. അപ്പൊ കുട്ടികൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു ചെറിയ തൊഴിലും കൂടി വിദ്യാഭ്യാസത്തിന്റെ ഒപ്പം അവർക്ക് കൊടുക്കണം. വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഭാഗിക തൊഴിൽ കൂടി നിർബന്ധമാക്കുന്നത് കേവലം വിദ്യാഭ്യാസത്തിന് പണം ഉണ്ടാക്കാനല്ല,
തൊഴിൽ ചെയ്യുന്നത് വ്യക്തിത്വ പരിശീലനം കൂടിയായിട്ടാണ് ഗാന്ധിജി വിഭാവനം ചെയ്യുന്നത്. ഭാവി ജീവിതത്തിന് ഉതകുന്ന തൊഴിൽ പരിശീലനവും വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉണ്ടാകണം. സ്വയം പര്യാപ്ത ഗ്രാമങ്ങൾ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നാം ആരംഭിക്കേണ്ടത് വിദ്യാഭ്യാസത്തിലൂടെയാവണം. പരിസ്ഥിതി ബന്ധിതമാകണം വിദ്യാഭ്യാസം. ഭാഷയും സാഹിത്യവും പഠിക്കണം, എന്നാൽ മാതൃഭാഷയെ വിസ്മരിക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനങ്ങളിൽ വരുന്നത്. ഓക്കെ, ഇന്നത്തെ ഏറ്റവും ഓർത്തിരിക്കേണ്ടത് ഏതാണ്? ആത്മസാക്ഷാത്കാരമാണ് വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം. പിന്നെ വർധ പദ്ധതിക്ക് രൂപം കൊടുത്തത് ഗാന്ധിജിയാണ് എന്നാ വന്നേന്നുള്ളതും 1937 ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്: ഉൾച്ചേർന്ന വിദ്യാഭ്യാസം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വിവിധ വിഷയങ്ങളെ ഉദ്ഗ്രഥിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം, ജാതി മത വർഗ സാംസ്കാരിക സാമ്പത്തിക സാമൂഹിക വ്യത്യാസമില്ലാതെ ഉള്ള വിദ്യാഭ്യാസം. സി, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരോടൊപ്പം വിവേചനമില്ലാതെ ലഭിക്കുന്ന മുഖ്യധാര വിദ്യാഭ്യാസം. ഡി, ആൺ പെൺ വിവേചനമില്ലാത്ത പൊതുവിദ്യാഭ്യാസം. ഏതായിരിക്കും ആൻസർ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഏതായിരിക്കും? ആൻസർ സി ആണല്ലേ. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരോടൊപ്പം വിവേചനമില്ലാതെ ലഭിക്കുന്ന മുഖ്യധാര വിദ്യാഭ്യാസമാണ് ഏത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അഥവാ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. ഓക്കെ, ആൻസർ സി ആണല്ലേ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: ഭാരമാകാത്ത പഠനം, ലേണിംഗ്സ് വിത്തൗട്ട് ബർഡൻ എന്ന റിപ്പോർട്ട് സമർപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ ആരാണെന്ന്? ലേണിംഗ് വിത്തൗട്ട് ബർഡൻ, ആരാണ് ഈ സമിതിയുടെ അധ്യക്ഷൻ? ഡോക്ടർ DS കോതാരി, ബി, പ്രൊഫസർ യശ്പാൽ, സി, ഡോക്ടർ കസ്തൂരി രംഗൻ, ഡി, ഡോക്ടർ MS സ്വാമിനാഥൻ. ഏതായിരിക്കും ആൻസർ? ആൻസർ ബി ആണ്, പ്രൊഫസർ യശ്പാൽ. യശ്പാൽ കമ്മിറ്റിയിലാണ് പറയുന്നത് ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഈ ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്നതുകൊണ്ട് അവിടെ ആ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ്? പഠനഭാരം കുറച്ചുകൊണ്ട് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത് എങ്ങനെയെന്ന് നിർദ്ദേശിക്കാൻ പ്രൊഫസർ യശ്പാലിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ ഉപദേശക സമിതിയെ 1992 മാർച്ച് 1 കേന്ദ്ര മാനവശേഷി വികസന ഈ കമ്മിറ്റി 1993 ജൂലൈ 15 28 പേജ് വരുന്ന ഭാരമാവാത്ത പഠനം എന്നറിയപ്പെടുന്ന റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പൊ ഭാരമാകാത്ത പഠനം ആരുടെയാണ്? ലേണിംഗ് വിത്തൗട്ട് ബർഡൻ. ഏത് കമ്മിറ്റിയിലാണ് ചർച്ച ചെയ്യപ്പെട്ടത്? അല്ലെങ്കിൽ ആ കമ്മിറ്റിയിലെ അധ്യക്ഷൻ ആരായിരുന്നു? പ്രൊഫസർ യശ്പാൽ. ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ 5 ക്വസ്റ്റ്യൻസും കഴിഞ്ഞിട്ടുണ്ട്. കൂട്ടുകാർ നന്നായിട്ട് പഠിക്കാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.